നമസ്കാരം. പാലാ വിഷൻ പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും വിലങ്ങാടും കനത്ത നാശം വിതച്ച ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുഃഖം പ്രകടിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ. ഉത്തർപ്രദേശിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 5 പേർ മരിച്ചു. വയനാട് ദുരന്ത മേഖലയിലെ ഖനനം, ക്വാറികൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, റോഡുകൾ എന്നിവയുടെ വിശദ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കളക്ടർക്ക് ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ നിർദ്ദേശം. കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ കുടുംബത്തെ മുഖ്യമന്ത്രി സന്ദർശിച്ചു. ഇറാൻ ഇസ്രായേൽ സംഘർഷം യുദ്ധത്തിലെത്താനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ പൗരന്മാരോട് ലെബനൻ വിടാൻ US അടക്കമുള്ള രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി. വാർത്തകൾ വിശദമായി. വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും വിലങ്ങാടും കനത്ത നാശം വിതച്ച ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുഃഖം പ്രകടിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ. ഞായറാഴ്ച ത്രികാല പ്രാർത്ഥനയോട് അനുബന്ധിച്ചുള്ള സന്ദേശത്തിലാണ് ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ദുഃഖം പ്രകടിപ്പിച്ചത്. ഇന്ത്യൻ ജനതയോട്, പ്രത്യേകിച്ച് കേരളത്തിലെ ജനത്തോട് തന്റെ അടുപ്പം പ്രകടിപ്പിക്കുകയാണെന്നും ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ള തന്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണെന്നും പാപ്പ പറഞ്ഞു. ഉത്തർപ്രദേശിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 5 പേർ മരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെയാണ് ഈ മരണങ്ങൾ സംഭവിച്ചത്. 6 ജില്ലകളെ വെള്ളപ്പൊക്കം ബാധിച്ചതായി ലക്നൌവിലെ സംസ്ഥാന ദുരിതാശ്വാസ കമ്മീഷണറുടെ ഓഫീസ് അറിയിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വയനാട് ദുരന്ത മേഖലയിലെ ഖനനം, ക്വാറികൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, റോഡുകൾ എന്നിവയുടെ വിശദ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കളക്ടർക്ക് ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ നിർദ്ദേശം. നാശനഷ്ടം, രക്ഷാപ്രവർത്തനത്തിന്റെ സ്ഥിതി, അപകടങ്ങൾ തടയാൻ സ്വീകരിച്ച മുൻകരുതലുകൾ എന്നീ വിവരങ്ങളും ഉൾപ്പെടുത്തണം. കോട്ടയം, ഇടുക്കി കളക്ടർമാരോടും സമാന വിവരങ്ങൾ തേടി. കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ കുടുംബത്തെ മുഖ്യമന്ത്രി സന്ദർശിച്ചു. തിരച്ചിലിന് വേണ്ട സഹായം മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തതായി അർജുന്റെ കുടുംബം അറിയിച്ചു. ഞായറാഴ്ച ഉച്ചയോടെയാണ് മുഖ്യമന്ത്രി അർജുന്റെ വീട്ടിലെത്തിയത്. കുടുംബാംഗങ്ങളോട് സംസാരിച്ച മുഖ്യമന്ത്രി ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. ഇറാൻ ഇസ്രായേൽ സംഘർഷം യുദ്ധത്തിലെത്താനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ പൗരന്മാരോട് ലെബനൻ വിടാൻ US അടക്കമുള്ള രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി. ലഭ്യമായ യാത്രാമാർഗങ്ങൾ ഉപയോഗപ്പെടുത്തി എത്രയും വേഗം ലെബനിൽ നിന്ന് മാറാനാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും വിലങ്ങാടും കനത്ത നാശം വിതച്ച ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുഃഖം പ്രകടിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ. ഉത്തർപ്രദേശിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 5 പേർ മരിച്ചു. വയനാട് ദുരന്ത മേഖലയിലെ ഖനനം, ക്വാറികൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, റോഡുകൾ എന്നിവയുടെ വിശദ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കളക്ടർക്ക് ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ നിർദ്ദേശം. കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ കുടുംബത്തെ മുഖ്യമന്ത്രി സന്ദർശിച്ചു. ഇറാൻ ഇസ്രായേൽ സംഘർഷം യുദ്ധത്തിലെത്താനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ പൗരന്മാരോട് ലെബനൻ വിടാൻ US അടക്കമുള്ള രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി. വാർത്തകൾ സമാപിച്ചു. ശുഭദിനം നേരുന്നു.